ഹായ് ഗൈസ്, ജവാദി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കടൽക്കട്ടല വെച്ചുള്ള കടൽക്കട്ടല പൊള്ളിച്ചതാണ്, വാഴയിലയിൽ പൊള്ളിച്ചതാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കടൽക്കട്ടലയൊക്കെ വാങ്ങിച്ച് വന്നത് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് വന്നേക്കണം. വെട്ടൽ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ കടൽ കട്ട്ലേനെ നമ്മള് നാടൻ കട്ട്ലയാക്കി മാറ്റിയേക്കാണ്. നമ്മൾ മീൻ മുട്ട എന്ന് പറഞ്ഞാൽ എന്താ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പീരയിട്ട് മീൻ പുട്ട ഈ ആലപ്പുഴ ഇതിലൊക്കെ ഭയങ്കര ഇതുള്ള സാധനമാണ്. സ്പെഷ്യലായിട്ട് കൊടുക്കാം. ഇന്ന് മീൻ മുട്ട തേങ്ങാപ്പീരയിട്ട് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കും. ഇത് കൂടാതെ നമ്മളെ മീനെല്ലാം വെട്ടി റെഡിയാക്കി ഇതാക്കി കഴുകി വൃത്തിയാക്കി ഇനി കല്ലിൽ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. മീനെല്ലോണം ഉരച്ച് നമ്മൾ ക്ലീൻ ആക്കി എടുക്കാണ്. എന്നിട്ട് വേണം നമുക്ക് ഇത് മസാലയൊക്കെ ഇതാക്കി റെഡിയാക്കി അതിനുള്ള പച്ചക്കുരുമുളകും പച്ചമുളകും എല്ലാം തേച്ച് നമുക്ക് ഇപ്പൊ ഇതിനുള്ള മസാല റെഡിയാക്കണം. ഇതിൽ ജാതിക്ക അച്ചാറിട്ട കാണിച്ചായിരുന്നല്ലോ. കണ്ട ഇവിടെ നമ്മൾ പറിച്ചാണ് ഈ മീൻ പിടിച്ച് മീൻ വെക്കണ കൂട്ടത്തിൽ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കണ്ട ഇവിടെ നിന്ന് ജാതിക്ക പറിച്ചിട്ടാണ് ജാതിക്ക മാജിക് എന്ന് പറഞ്ഞുള്ള അച്ചാർ ഇട്ടില്ല. അതുപോലെ തന്നെ ഇനിയിപ്പൊ ഇത് ഉപ്പിലിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ജാതിക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനവും ഞങ്ങൾ തോട്ടത്തിൽ നിന്നാണ്, ഞങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. മിക്ക സാധനങ്ങളും തോട്ടത്തിൽ നിന്നാണ്. ഇനിയിപ്പൊ ഇതിലേക്കുള്ള കറിവേപ്പില, നമ്മളെ മീൻ ഇതാക്കാനുള്ള മസാലക്കുള്ള കറിവേപ്പില പറിക്കുകയാണ്. കണ്ട അത് തോട്ടത്തിൽ നിന്ന്. പിന്നെ പച്ചക്കുരുമുളക് ഇട്ടാണ് നമ്മൾ മീനിൽ നിന്ന് പൊള്ളിക്കാൻ പോണത്. പച്ചക്കുരുമുളക് പറിക്കാൻ പോണം. ഇതണ്ട പച്ചക്കുരുമുളക്. അതെ, നമ്മുടെ അയൽവാസികളൊക്കെ വന്നിട്ടുണ്ട്, നെതീർത്ത വന്നിട്ടുണ്ട് ഇവിടെ. പച്ചക്കുരുമുളക് മസാല ഉണ്ടാക്കുന്നത് ഈ മീൻ പൊള്ളിച്ചതിന് ഏറ്റവും ഇതാണ് പച്ചക്കുരുമുളക്. നമ്മൾ പറിച്ചിട്ട് അതും പച്ചമുളകും ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരലില്ലല്ലോ, പക്ഷെ ഇത് ചെറിയ ഒരല് പണ്ട് ഇവരുടെ ഉമ്മ കൊടുത്ത ഒരല് സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു താഴേക്ക്. അതുകൊണ്ട് ഇതിലൊക്കെയാണ് ഇനിയിപ്പൊ അരച്ച നാടൻ രീതിയിലാണ് നമ്മൾ മീൻ പൊള്ളിക്കാൻ പോണത്. നമ്മൾ ഇവനെ മസാല അല്ല തേക്കാൻ വേണ്ടി നമ്മൾ ഇവനെ വരയണം. അച്ചമ്പുച്ചം വരഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതേതാ ഇത് കണ്ടതേ കപ്പ കണ്ട എല്ലാം റെഡി ആയിട്ട്. ഇപ്പൊ ഇതിന് മീനിന്റെ കൂടെ അടിക്കാൻ വേണ്ടിയുള്ള കപ്പയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ചൂടം കൂടെ പൊക്കി കപ്പയും ഈ മീനും കൂടി ഇന്നൊരു പിടി പിടിക്കും മോനെ. നമ്മ മീൻ എല്ലാം റെഡിയാക്കിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മീൻ വെട്ടി കഴിയുമ്പോ അതേ അവസാനം ഇതേ അച്ചമ്പുച്ചം വരഞ്ഞു വന്നപ്പോ ഇവിടെ ഇത് ഇങ്ങനെയായി പോയി. അപ്പൊ എല്ലാരും ക്ഷമിക്കുക, അടുത്തതിൽ ശരിയാവും. വെട്ടി പഠിക്കണേ ഉള്ളൂ. നമ്മൾ ഇതിലേക്കുള്ളത് മസാലയായി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കഷ്ണം ഇഞ്ചിയിൽ ചതച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 5-8-10 വെളുത്തുള്ളിയും കൂടി ചതച്ച് കൊടുക്കുകയാണ്. മസാലയിലേക്ക് 2 പച്ചമുളക്, പിന്നെ വെള്ളക്കാന്താരി, നമ്മുടെ ഇവിടുന്ന് കുറച്ച് വെള്ളക്കാന്താരി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും കൂടി ചതച്ചെടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പച്ചക്കുരുമുളക്, ഇതിലാണ് മോനെ ഇത് ടേസ്റ്റ് ഇരിക്കുന്നത്. ഇതങ്ങോട്ട് അടിച്ച് എല്ലാം കൂടി കുതിർത്തി ഞെട്ടുൾപ്പെടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് അങ്ങോട്ട് ചതച്ച് നമ്മുടെ അതേ മീൻ മസാല റെഡിയാക്കുന്നത് കാണാൻ കുഞ്ഞിക്കുറുമ്പികളൊക്കെ വന്നിട്ടുണ്ട് അയൽവക്കത്തുള്ള. നമ്മളപ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് പുതിനയും കൂടിയൊക്കെ ഇട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഛേദമില്ലാത്ത ഉപകാരമല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നമ്മൾ ഈ മീൻ റെഡിയാക്കാനുള്ള നമ്മുടെ
കടൽ കട്ടല റെഡിയാക്കാനുള്ള പൊള്ളിക്കാനുള്ള മസാല പെത്താനുള്ള റെഡിയാക്കാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതായത് നമ്മൾ ചതച്ച എല്ലാ പച്ചക്കുരുമുളക്, ഇഞ്ചി അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അത് എല്ലാം ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അതിൽ കുറച്ച് തൈര്, 2 സ്പൂൺ തൈര് അതിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മീനിലുള്ള മസാലകളെല്ലാം കൂടി എല്ലാ ഇടപെടലും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളിത് റെഡിയാക്കി വെച്ച മസാല നമ്മുടെ മീനിന്റെ മുകളിലേക്ക് അച്ചമ്പുച്ചം തേച്ച് കൊടുക്കാൻ പോവാണ്. നമ്മളിത് മസാലയൊക്കെ പറ്റി മീൻ അത് വാഴയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ വെച്ച് അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് വേവണവരെ പൊള്ളിച്ചെടുക്കാം. മീൻ പൊള്ളിച്ചൊക്കെ അങ്ങനെ പൊള്ളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോ അത് കഴിക്കാൻ വേണ്ടി ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് അതിന്റെ ഒരു